നിന്റെ പ്രതിസന്ധികളെക്കാൾ വലിയവനാണ് നിന്റെ ദൈവം. നിന്റെ വെല്ലുവിളികളെക്കാൾ വലിയവനാണ് നിന്റെ ദൈവം. നിന്നെ എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവരെക്കാൾ വലിയവനാണ് നിന്റെ ദൈവം. നീ അനുഭവിക്കുന്ന അപമാനങ്ങളെക്കായിലും അപവാദങ്ങളെക്കായിലും വിമർശകരെക്കായിലും വിമർശനത്തെക്കായിലും വലിയവനാണ് നീ സേവിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറ. Gospel of John chapter 9, യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 39-ാമത്തെ വാക്യം. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. യേശു കർത്താവ് ഈ ഒരു പ്രസ്താവന നടത്തിയത് അമ്മയുടെ ഉദരം മുതൽ കുരുടനായ അന്ധനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയ പശ്ചാത്തലത്തിൽ ആ കുരുടന് ലഭിച്ച സൗഖ്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഒരു കൂട്ടം ആളുകൾ ആ സൗഖ്യത്തെ വിമർശിക്കുകയും ആ സൗഖ്യമായവനെ വിധിക്കുകയും അവനെ പള്ളിയിൽ നിന്നും പട്ടണത്തിൽ നിന്നും ഒക്കെ പുറത്താക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു പൊതുസമൂഹത്തോട് യേശു കർത്താവിന് പറയേണ്ടി വന്ന ഒരു പ്രസ്താവന, ഒരു വചനമാണ് ഇപ്പോൾ വായിച്ചത്. ഇനി നമ്മൾ ആ സംഭവത്തിലേക്കൊന്ന് പോകാൻ പോവുകയാണ്. ഈ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ കടന്നു പോകുമ്പോൾ ജന്മന കുരുടനായ മനുഷ്യനെ കണ്ടു. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നു, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. 3-ാം വാക്യത്തിൽ യേശു പറയുന്നു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇത്രയും കേട്ടോ? ഇത്രയും മനസ്സിലായോ? അവിടുന്ന് തുടങ്ങാം നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. 1-ാമത്തെ വാക്യം, യേശു കടന്നു പോകുമ്പോൾ. അപ്പോ ഏതോ ഒരു സാഹചര്യത്തിലൂടെ, ഏതോ ഒരവസ്ഥയിലൂടെ യേശു കടന്നു പോവുകയാണ്. ആ കടന്നുപോക്കിലാണ്, അതിനെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ വഴിയരികിലിരിക്കുന്ന ഈ കുരുടനെ യേശു കർത്താവ് കാണുന്നത്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവൻ കടന്നു പോകുമ്പോൾ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും 8-ാം അധ്യായത്തിൽ, 8 കഴിഞ്ഞാലല്ലേ 9 ഉള്ളൂ, ഉറപ്പായിട്ടും 8-ാം അധ്യായത്തിൽ യേശു എന്തിലൂടെ കടന്നുപോയി എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതറിയണമെങ്കിൽ ഇനി 8-ാം അധ്യായത്തിലേക്ക് പോകണം. 8-ാം അധ്യായം 13-ാം വാക്യം. പരീശന്മാർ അവനോട്, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പോ നീ സാക്ഷിയില്ലാത്തവനാണ്, നിന്റെ ടെസ്റ്റിമണി ട്രൂത്ത് അല്ല. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യാവുന്നതിൽ ഒരു വലിയ വാക്കാണ് നീ സാക്ഷിയില്ലാത്തവനാണ് എന്ന് മുഖത്തു നോക്കി പറയുന്നത്. അങ്ങനെ നീ സാക്ഷ്യമില്ലാത്തവൻ, സത്യസന്ധതയില്ലാത്തവൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന്റെ ഇടയിലൂടെ യേശു കടന്നുപോയി. ഇനി 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നു. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു.
അവർ അവനോട് ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ലെന്ന് പറഞ്ഞാൽ വി ബി നോട്ട് ബോൺ ഓഫ് ഫ്രോണിക്കേഷൻ. നല്ല ഇൻസൾട്ട് ആണോ? ആ ചോദിച്ചേ. അപ്പൊ അന്ന് യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചതുകൊണ്ട് മറിയം ജോസഫിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ കന്യകയായിരിക്കുമ്പോൾ തന്നെ ഗർഭവതി ആയതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെ ഉള്ളത്തിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവന്റെ അപ്പൻ ആരാന്ന്. പിടികിട്ടിയോ? കാരണം യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചവനെന്നും യേശു ദൈവത്തിന്റെ പുത്രനെന്നും ആ നാട്ടിലെ അധികം ആളുകൾക്ക് അറിവില്ലായിരുന്നു. പിന്നെ കുറച്ച് ആളുകൾ അറിഞ്ഞു. അറിഞ്ഞവരെയും പിശാച് കുരുടാക്കി കളഞ്ഞു. പിന്നെ യോഹന്നാൻ സ്നാപകനെ ഉൾപ്പെടെ. സ്നാപക യോഹന്നാൻ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തുമ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദമുണ്ടായി. പക്ഷെ അത് കേട്ട ഇതാ വരുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അവിടെ വെച്ച് യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകൻ പോലും ഹെരോദാവിന്റെ കാലത്തുള്ള പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ സ്നാപക യോഹന്നാൻ ആളയച്ച് ചോദിച്ചു, വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ മറ്റാർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ? അപ്പൊ യേശു പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. അപ്പോ നിന്റെ സാക്ഷ്യം ശരിയല്ല, നീ സത്യസന്ധതയുള്ളവനല്ല എന്ന് പറഞ്ഞവരുടെ ഇടയിലൂടെ യേശു കടന്നുപോയി. മുഖത്ത് നോക്കി നിന്റെ അപ്പൻ ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചവരുടെ ഇടയിലൂടെ യേശു കടന്നുപോയി. ഇനി 48 വാക്യം നോക്കി. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന്. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ശമര്യൻ എന്ന് പറയുന്ന ഒരു ജാതി പേരാണ്, ഒരു ജാതിയാണ്. യേശുവിനെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പം ഇൻസൾട്ട് ചെയ്യും. അവർക്കറിയാം യേശു യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചതെന്ന് അവർക്ക് അറിയാമെങ്കിലും അവർ നമ്മുടെ ഭാഷയെ പറഞ്ഞ് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാണ്. നീ ശമര്യനല്ലേ? അപ്പൊ ആ ശമരിയ ജാതി എന്ന് പറയുന്നത് അവഗണിക്കപ്പെട്ട ഒരു കൂട്ടമാണ് അന്നത്തെ കാലത്ത്. നീ അവനല്ലേ, നീ അവരുടെ വിഭാഗത്തിലല്ലേ? പിന്നെ അടുത്ത വാക്ക് കേട്ടോ, നിന്റെ മേളിൽ നിൽക്കുന്നത് ഭൂതമാ, നീ ശമര്യനാണ്, നിനക്ക് ഭൂതമുണ്ട്. ഇതെല്ലാം അസൂയയാണ്. ബേസിക്കലി ഇതെല്ലാം ജലസിയാണ്. ഇവരൊക്കെ തലയും കുത്തി നിന്നിട്ടും 10 പേരെ കൂട്ടാൻ പറ്റുന്നില്ല. കർത്താവ് ചുമ്മാ ഇറങ്ങി വരുമ്പോൾ നോട്ടീസും ബാനറും ഇല്ലാതെ 5000 പേര് 10000 പേരൊക്കെ വരികയാണ്. പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇവര് തന്നെ പറഞ്ഞു, ജനമല്ല അവന്റെ പിന്നാലെ ആയിപ്പോയല്ലോ, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ ഇൻസൾട്ടാ കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരെയും അപമാനിക്കരുത്. പക്ഷെ അപമാനം എന്തെന്ന് അറിഞ്ഞവനെയാണ് നീ ആരാധിക്കുന്നത്. അപവാദം എന്തെന്നും അപമാനം എന്തെന്നും അവഗണന എന്തെന്നും ജീവിതത്തിൽ അനുഭവിച്ചവനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അത് യേശു പറഞ്ഞല്ലോ. യേശു പറഞ്ഞായിരുന്നോ? അത് 49 വാക്യം നോക്കി. അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കത്രേ ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. ഹല്ലേലൂയ. ഇനി 52 വാക്യത്തിൽ ഇത് പറയുമ്പോൾ അവർ ഒതുങ്ങേണ്ടതാ. പക്ഷെ അവരെന്താ ചെയ്തേ? യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. നേരത്തെ സംശയമുള്ളായിരുന്നു, ഇവ കൺഫേം ആയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിനക്ക് ഭൂതമുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. 57 വാക്യം നോക്കി. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതെന്താന്ന് മനസ്സിലായോ? നിനക്ക് 50 വയസ്സില്ലല്ലോ. ചോദിച്ചേട്ടോ, നിനക്ക് 50 വയസ്സായിട്ടില്ലല്ലോ, നിനക്ക് വലിയ പ്രായമൊന്നുമില്ലല്ലോ, നീ കൊച്ചുവായിൽ വലിയ വർത്താനം പറയരുത്. നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. വാസന്മാരൊക്കെ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ആത്മനാഥൻ, നമ്മുടെ കർത്താവ് എന്തിലൂടെയൊക്കെയാ പോയെന്ന് കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ചർച്ചിലുള്ളവർ കേൾക്കുന്നുണ്ടോ?
സാക്ഷ്യവും സത്യസന്ധതയും ഇല്ലാത്തവൻ. ഒറ്റ വാക്യത്തിലേ നിങ്ങൾ എന്നെ ഇടയിൽ നോക്കി. യോഹന്നാൻ 9:1 ഒറ്റ വാക്യേ കിടപ്പുള്ളൂ, അവൻ കടന്നു പോകുമ്പോൾ. പക്ഷെ 8-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് എന്തിലൂടെയൊക്കെയാ കടന്നുപോയെന്ന് കിടക്കുന്നേ. ഇവിടെ ഭാഷയിൽ പറഞ്ഞാൽ ഭീകരമായിരുന്നു. എന്തിലൂടെയൊക്കെയാണ് പാസ് ചെയ്തു പോയതെന്ന്. ഞാനൊരു പ്രൊഫസി പറയുകയാണ്, ഞാനൊരു ഡിക്ലറേഷൻ ഇടുകയാണ്. ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നീ നദിയിലൂടെ കടക്കുമ്പോൾ ആ നദി നിന്നെ കവിയുകയില്ല. അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? നീ ഒരു പ്രതിസന്ധിയിലും പെട്ട് കിടക്കില്ല. നീ സകലത്തെയും പാസ് ചെയ്യും. Hallelujah. Amen. ഹല്ലേലൂയ. Hallelujah. നീ നദിയിൽ കിടക്കുകയല്ല, നീ നദിയെ കടക്കുകയാണ്. യേശു ഈ വിമർശകന്മാരുടെ വെല്ലുവിളിക്കാരന്മാരുടെ ഇടയിൽ പെട്ട് കിടക്കുകയല്ലായിരുന്നു, ഇതിനെയെല്ലാം പാസ് ചെയ്ത് പോവുമായിരുന്നു. 59-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഭീകരമാകാണ് അന്തരീക്ഷം. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി. ഇനിയാണ് 9-ാം അധ്യായം തുടങ്ങുന്നത്. 59 വാക്യം കൊണ്ട് തീർന്നോ? 8-ാം അധ്യായം കഴിഞ്ഞോ? 9 തുടങ്ങുന്നത് എങ്ങനാ? അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. മനസ്സിലാവുന്നോ? ഇത്രയും സാഹചര്യം പിടികിട്ടിയോ? നിങ്ങൾ അവിടെ എത്തിയോ? ഓക്കെ, ശ്രദ്ധിക്കുക. എറിയാൻ കയ്യിൽ കല്ലെടുത്തവരുടെ നടുവിൽ, സാക്ഷ്യവും സത്യസന്ധതയും ഇല്ലാത്തവൻ എന്ന് പറഞ്ഞവരുടെ നടുവിൽ, നിന്റെ അപ്പൻ ആരാണ്, നീ ഒരു വ്യഭിചാരപുത്രനാണ് എന്ന് പറഞ്ഞവരുടെ നടുവിൽ, ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിച്ച് നിനക്ക് ഭൂതമാണ് എന്ന് പറഞ്ഞവരുടെ നടുവിൽ, അപമാനിക്കുന്നവരുടെ നടുവിൽ, നിനക്ക് എത്ര പ്രായമായി, നീ മെച്ചുവർഡ് അല്ല, നീ പക്വതയില്ലാത്തവനാണ് എന്ന് പറഞ്ഞവരുടെ നടുവിൽ, എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവരുടെ മധ്യയിലും അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കൈക്കുണ്ടായിരുന്നു. അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കരത്തിനുണ്ടായിരുന്നു. ഓ, എത്ര പേർക്ക് ഇത് മെസ്സേജ് അകത്തോട്ട് കയറുന്ന എനിക്കറിയില്ല. നിന്റെ പ്രതിസന്ധികളെക്കാൾ വലിയവനാണ് നിന്റെ ദൈവം. നിന്റെ വെല്ലുവിളികളെക്കാൾ വലിയവനാണ് നിന്റെ ദൈവം. നിന്നെ എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവരെക്കാൾ വലിയവനാണ് നിന്റെ ദൈവം. നീ അനുഭവിക്കുന്ന അപമാനങ്ങളെക്കായിലും അപവാദങ്ങളെക്കായിലും വിമർശകരെക്കായിലും വിമർശനത്തെക്കായിലും വലിയവനാണ് നീ സേവിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറ. Hallelujah. ചോദിക്കട്ടെ, എറിയാൻ ഈ കയ്യിൽ കല്ലെടുത്തവന്മാർക്കോ ഈ വിമർശനം പറഞ്ഞവർക്കോ ആ കുരുടന്റെ കണ്ണൊന്ന് തുറക്കാവോ? ആ, സൗഖ്യമാക്കാവോ? ഇവർക്കാകെ അറിയാവുന്നത് എറിയാനാണ്. ഇവർക്കാകെ അറിയാവുന്നത് അപമാനിക്കാനാണ്. അവരവരുടെ ജോലി ചെയ്യട്ടെ, കർത്താവിന്റെ ജോലി ചെയ്യട്ടെ. Amen. Hallelujah. Amen. നമ്മുടെ ഡ്യൂട്ടി അതല്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നോ? Yes. നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോ? യേശു കർത്താവിന്റെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കൈ ഉയർത്തി. യേശു കർത്താവിന്റെ മക്കളുമാരല്ല. നിങ്ങൾ കൈ പൊക്കിയിലും പറയുന്നത് നിങ്ങൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളാണ്. Amen. മക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഭൂതം ഉണ്ടെന്ന് യേശു പറഞ്ഞപ്പം യേശു തിരിച്ചു നിന്ന് തെളിയിക്കാൻ പോയോ എനിക്ക് പരിശുദ്ധാത്മാവാന്ന്? ഇല്ല. എനിക്ക് നിങ്ങൾക്ക് ഒന്നും തെളിയിക്കാനില്ല. Amen. പക്ഷെ എല്ലാം തെളിയും. Yes. Amen. അത് തെളിയിക്കുന്നത് ദൈവമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. Hallelujah. അന്നെല്ലാ വായു അടയും. ഒരുത്തനും തടയാൻ കഴിയാത്ത നിലയിൽ, ഒരു ശക്തികൾക്കും ഒതുക്കാൻ കഴിയാത്ത നിലയിൽ, ഒരു വ്യക്തികൾക്കും അനങ്ങാൻ കഴിയാത്ത നിലയിൽ
എല്ലാ മുട്ടും മടങ്ങത്തക്ക നിലയിൽ, Amen. എല്ലാ നാവും ഏറ്റുപറയത്തക്ക നിലയിൽ Yes. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. Hallelujah. Amen. Jesus. പക്ഷെ ഇതാണ് യേശു, ഇതാണ് നമ്മുടെ കർത്താവ്. Amen. മനസ്സിലായോ? Amen. യേശുവിന്റെ ഫോക്കസ് അപമാനിക്കുന്നവരിലേക്കായിരുന്നില്ല. യേശുവിന്റെ ഫോക്കസ് വിമർശകന്മാരിലേക്കായിരുന്നില്ല. Amen. യേശുവിന്റെ ഫോക്കസ് എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് നിൽക്കുന്നവന്റെ കയ്യിലെ കല്ലെണ്ണുന്നതായിരുന്നില്ല. യേശുവിന്റെ ദൗത്യം പിതാവ് തന്നെ ഏൽപ്പിച്ചത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യവും ഉണ്ടാകാൻ നിയോഗിച്ചെങ്കിൽ യേശുവിന്റെ നോട്ടം ആ മേഖലയിലായിരുന്നു. Amen. യേശു ശ്രദ്ധിക്കുന്നത് വിമർശിക്കുന്നവരെ അല്ല, Yes. വിശ്വസിക്കുന്നവരെയാണ്, Hallelujah. സ്വീകരിക്കുന്നവരെയാണ്, Amen. ഏറ്റെടുക്കുന്നവരെയാണ്. Amen. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാകുക. അവന്റെ കണ്ണുകൾ നിന്റെ മേൽ പതിയട്ടെ, അവന്റെ നോട്ടം നിന്റെ മേൽ വരട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ, വിടുതലുകൾ ഇതിന്റെ നടുവിൽ നടക്കട്ടെ. Hallelujah.